നമസ്കാരം. മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം. മാർച്ച് 8 മുതൽ മാർച്ച് 14 വരെയുള്ള നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ സംസാരിച്ചു തീർക്കാൻ അവസരം ലഭിക്കും. യാത്രകൾക്ക് അനുകൂലമായ സമയമാണിത്. പ്രണയബന്ധങ്ങൾ പൂവണിയുകയും ഭാഗ്യ അനുഭവങ്ങളും സമ്മാനങ്ങളും ലഭിക്കുവാൻ ഇടയാവുകയും ചെയ്യും. എന്നാൽ വാരമധ്യത്തോടെ പഠനത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ, ഉറക്കക്കുറവ് എന്നിവ അനുഭവപ്പെടാം. രാത്രി യാത്രകളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ചെറിയ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അടുത്ത ബന്ധുക്കളിൽ നിന്ന് ചില തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാം. നിസ്സാരമായ വാക്കുതർക്കങ്ങൾ നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം വേണം. ചിലപ്പോൾ അപമാനങ്ങൾക്കും ഉദര രോഗങ്ങൾക്കും സാധ്യതയുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് ആശുപത്രിവാസം അനുഭവത്തിൽ വന്നേക്കാം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഈ വാരത്തിന്റെ തുടക്കം വളരെ ശുഭകരമായിരിക്കും. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാനും വാഹനഭാഗ്യം സിദ്ധിക്കാനും യോഗമുണ്ട്. സ്ത്രീ സുഹൃത്തുക്കളുമായി യാത്രയ്ക്ക് പോകുവാൻ അവസരം ലഭിക്കും. കീർത്തി, തൊഴിൽ വിജയം, സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവയ്ക്കൊപ്പം എല്ലായിടത്തും അംഗീകാരവും പ്രണയകാര്യങ്ങളിൽ പുരോഗതിയും പ്രതീക്ഷിക്കാം. എന്നാൽ വാരം അവസാനത്തോടെ ചില മാനസിക ക്ലേശങ്ങൾക്കും നിയമപരമായ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭൂമി സംബന്ധമായ നഷ്ടങ്ങൾ, അപമാനം, സർക്കാർ സംബന്ധമായ ദോഷഫലങ്ങൾ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. പൊതുവായ സുഖക്കുറവ് അനുഭവപ്പെട്ടേക്കാം. ചിലർക്ക് സ്ഥാനനഷ്ടം, അന്യദേശവാസം അല്ലെങ്കിൽ തൊഴിൽ മാറ്റം എന്നിവയും ഈ സമയത്ത് ഉണ്ടായേക്കാം. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ തൊഴിൽപരമായ ക്ലേശങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ആരോഗ്യപരമായ പ്രയാസങ്ങളും ഉണ്ടാകാം. അന്യസ്ത്രീ ബന്ധം, അമിതമായ ചെലവുകൾ, കുടുംബാംഗങ്ങളുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവയും ഈ സമയത്ത് പ്രതീക്ഷിക്കാം. എന്നാൽ വാരമധ്യത്തോടെ സാഹചര്യങ്ങൾ അനുകൂലമാകാം. ദാമ്പത്യ ഐക്യം, തൊഴിൽ വിജയം, രോഗശാന്തി, ധനലാഭം എന്നിവ ഉണ്ടാകും. പുതിയ വീട് വാങ്ങുന്നതിനോ ഭൂമി ലാഭത്തിനോ ഉള്ള അവസരങ്ങൾ തെളിയും. സമൂഹത്തിലെ ഉന്നതരുമായി പരിചയപ്പെടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും ഈ വാരം അവസരം ലഭിക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഈ വാരം വെല്ലുവിളികളും അസുലഭ അവസരങ്ങളും ഒരുമിച്ച് കടന്നു വരും. അവിശ്വസനീയമായ ദുർസ്വപ്ന സമാനമായ ചില അവസ്ഥകൾ ഈ വാരത്തിൽ ഉണ്ടായേക്കാം. ദാമ്പത്യ ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ദമ്പതികൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ കുടുംബ പരിധി ലംഘിച്ച് കോടതി നടപടികളിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പുലർത്തണം. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഈ വാരം കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. എന്നാൽ ഈ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച് വാരത്തിന്റെ അവസാനത്തോടെ ആരോഗ്യം മെച്ചപ്പെടുകയും സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ഈ വാരം സമ്മിശ്രമായ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. വാരത്തിന്റെ തുടക്കത്തിൽ സാമ്പത്തിക നേട്ടങ്ങളും തടസ്സങ്ങൾ നീങ്ങുന്നതും പ്രതീക്ഷിക്കാം. സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്ന് അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും. എന്നാൽ വാരമധ്യത്തിൽ പ്രിയപ്പെട്ടവരുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം. ഈ സമയത്തും കുടുംബത്തിൽ സന്തോഷകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്നത് ആശ്വാസകരമാണ്. വാരം അവസാനം വാഹനം ഉപയോഗിക്കുന്നവർ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഈ വാരം സാമ്പത്തികമായും മാനസികമായും നിർണായകമായ ചില പുതിയ അവസരങ്ങൾ നൽകും. അപ്രതീക്ഷിത സമ്മാനങ്ങൾ തേടിയെത്തും. ദാമ്പത്യ ജീവിതത്തിൽ ചില വൈകാരിക നിമിഷങ്ങൾ ഉണ്ടാകുമെങ്കിലും അവ ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും. ചിന്താശേഷിയും ധൈര്യവും വർദ്ധിപ്പിക്കുന്നതിനാൽ കാര്യങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. വിവേകപൂർവമായ പെരുമാറ്റം മറ്റുള്ളവരിൽ നിന്ന് ആദരവ് തേടിയെത്തും. വാരം അവസാനം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ശാരീരികമായ അസ്വസ്ഥതകളോ ആശുപത്രിവാസമോ ഉണ്ടായേക്കാം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഈ വാരം ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. വാരത്തിന്റെ തുടക്കത്തിൽ ഏറെ നാളായി കാണാതിരുന്ന ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കണ്ടുമുട്ടാനും അവരുമായി പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും അവസരം ലഭിക്കും. മംഗളകരമായ ചടങ്ങുകളിൽ നിറസാന്നിധ്യമാകാൻ സാധിക്കും. തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകരിൽ നിന്ന് മികച്ച സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ വാരത്തിന്റെ മധ്യത്തിൽ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്നത് അപമാനങ്ങൾക്കിടയാക്കിയേക്കാം. വാരത്തിന്റെ അവസാനത്തോടെ സാമ്പത്തിക ലാഭം തേടിയെത്തും. സാമൂഹിക ബന്ധങ്ങളെ ദൃഢമാക്കാനുള്ള നല്ലൊരു സമയമാണിത്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വാരത്തിന്റെ തുടക്കത്തിൽ ചില അനാവശ്യ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങളിൽ പേരുദോഷം കേൾക്കാനും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വരവിനേക്കാൾ കൂടുതൽ ചെലവുകൾ വരികയും അനാവശ്യമായ ധനനഷ്ടങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തിന് ഇടയാക്കുകയും ചെയ്യാം. ഏതെങ്കിലും രോഗങ്ങളുള്ളവർക്ക് അസുഖം വർദ്ധിക്കുവാൻ ഇടയുള്ളതിനാൽ കൂടുതൽ ശ്രദ്ധ വേണം. എന്നാൽ വാരമധ്യത്തോടെ രോഗശാന്തി ലഭിക്കും. ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അർഹമായ തൊഴിൽ അവസരങ്ങൾ ലഭിക്കുന്ന സമയമാണിത്. കുടുംബത്തിൽ സന്തോഷകരമായ കാര്യങ്ങളും ബന്ധുജന സമാഗമവും ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം.
ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ സാമ്പത്തിക പുരോഗതി, തൊഴിൽ വിജയം, കീർത്തി, സർവകാര്യ വിജയം എന്നിവ അനുഭവത്തിൽ വരും. വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കണ്ടുമുട്ടാനും അവരോടൊപ്പം പുണ്യതീർത്ഥ സ്ഥലങ്ങളിലോ ഉല്ലാസയാത്രയിലോ പോകാനും അവസരം വന്നു ചേരും. എന്നാൽ വാരത്തിന്റെ മധ്യത്തിൽ ചില കാര്യങ്ങളിൽ സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ കേസുകളോ വഴക്കുകളോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണം. വാരം അവസാനിക്കുന്നതോടെ എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ അവസ്ഥ സംജാതമാകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ഈ വാരം പുതിയ തുടക്കങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും കൊണ്ടുവരും. വിവാഹാദി കാര്യങ്ങൾ നടക്കുവാനോ നടത്തിക്കൊടുക്കുവാനോ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ധനലാഭവും പ്രതീക്ഷിക്കാം. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ലഭിക്കാനുള്ള സാഹചര്യമുണ്ടാകും. കർമ്മമേഖലയിൽ അത്ഭുതപൂർവമായ വളർച്ച അനുഭവപ്പെടും. എന്നാൽ വാരത്തിന്റെ അവസാനത്തിൽ ശരീര ശോഷണം, ആരോഗ്യക്കുറവ്, രോഗാതുരിതങ്ങൾ എന്നിവ അലട്ടിയേക്കാം. മനസ്സമാധാനം കുറയാനും തടസ്സങ്ങൾ, അപമാനം, ഉദരരോഗം എന്നിവ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം കൂടാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും കേസ് വഴക്കുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. വാരമധ്യത്തോടെ തൊഴിൽപരമായ ആവശ്യങ്ങൾക്കായി ദൂരയാത്രകളും വിദേശവാസവും വേണ്ടി വന്നേക്കാം. കച്ചവടക്കാർക്ക് നിലവിലുണ്ടായിരുന്ന മന്ദത മാറി ബിസിനസ്സിൽ വളർച്ചയുണ്ടാകും. വീട്ടിൽ സന്തോഷകരമായ ആഘോഷങ്ങൾ നടക്കും. ധനലാഭം, സർവ്വ ഐശ്വര്യങ്ങൾ, നല്ല ചിന്തകൾ, പരോപകാര താല്പര്യം, ആരോഗ്യ പുരോഗതി എന്നിവയെല്ലാം ഈ വാരം തേടിയെത്തും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും അവസരം ലഭിക്കും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പ്രതീക്ഷിക്കാം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഈ വാരം കോപശീലം നിയന്ത്രിക്കേണ്ടത് വളരെ പ്രധാനമാണ്. പിതാവിനോ തത്തുല്യരായവർക്കോ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടി വന്നേക്കാം. ഒരുപക്ഷെ ബലികർമ്മം അനുഷ്ഠിക്കേണ്ട അവസരം വന്നുചേരും. അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ അവസരം ലഭിക്കും. ചില തെറ്റായ സൗഹൃദങ്ങൾ അപമാനത്തിന് ഇടയാക്കാതെ ശ്രദ്ധിക്കണം. വാരം അവസാനത്തോടെ ആഗ്രഹ സാഫല്യം, പുണ്യപ്രവർത്തികൾ ചെയ്യാനുള്ള അവസരം, വ്യാപാര വിജയം, സന്തോഷം എന്നിവ തേടിയെത്തും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.